കൊടൈക്കനാൽ പോകുന്ന വഴി നമ്മൾ ആദ്യം ഇറങ്ങിയ ഡെസ്റ്റിനേഷൻ ഇവിടെയാണ് ഡംഡം പാറ വ്യൂ പോയിന്റ്. കൊടൈക്കനാൽ ചുരം റോഡിൽ 15 കിലോമീറ്റർ ദൂരം പിന്നിടുമ്പോൾ കൃത്യമായി പറഞ്ഞാൽ 9ാമത്തെ ഹെയർ പിൻ ബെന്നിന് തൊട്ടടുത്തായാണ് ഈ വ്യൂ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത്. ആ സമയം ഒരാൾക്ക് 10 രൂപയായിരുന്ന നിരക്ക്. പണ്ട് കാലത്ത് ഈ പാറയിൽ തട്ടിയാൽ വലിയൊരു ശബ്ദം ഡംഡം സൗണ്ട് കേൾക്കുമായിരുന്നു. കാട്ടുമൃഗങ്ങളെ തുരത്താനും നാട്ടുകാർക്ക് സന്ദേശങ്ങൾ നൽകാനും ഈ ശബ്ദം ഉപയോഗിച്ചിരുന്നതിനാണ് ഇന്ന് ഡംഡം പാറ എന്ന പേര് വന്നത്. പേരിന് പിന്നിൽ മനോഹരമായ ഐതിഹ്യമുള്ളത് ശ്രീ മുരുകൻ തന്റെ പരിവാരങ്ങളോടൊപ്പം പഴനിയിലേക്കുള്ള യാത്രമധ്യേ ഈ പാറയിൽ വിശ്രമിക്കാറുണ്ടായിരുന്നു എന്നാണ്. ആ പുണ്യ നിമിഷത്തിന്റെ സ്മരണയ്ക്കായി ഇന്നും നാട്ടുകാരുടെ പ്രത്യേക പ്രാർത്ഥനകൾ നടത്താറുണ്ട്. ഈ ചടങ്ങുകളുടെ ഭാഗമായി വലിയ ശബ്ദത്തിൽ വാദ്യമേളങ്ങൾ മുഴക്കാറുള്ളതിനാലാണ് ഇവിടെ ഡംഡം പാറ എന്നറിയപ്പെടുന്നത്. മലനിരകൾക്ക് നടുവിൽ ശാന്തമായി കിടക്കുന്ന തടാകം പോലുള്ള മഞ്ഞളാർ ഡാമിന്റെ ദൃശ്യമാണ് നമ്മൾ അവിടുത്തെ വാച്ച് ടവറിന് മുകളിൽ നിന്ന് കണ്ടത്. തലയാർ വെള്ളച്ചാട്ടത്തിന്റെ വിദൂര ദൃശ്യവും കാണാൻ സാധിക്കുമെന്നാണ് കേട്ടിട്ടുള്ളത്. മഴയുടെ കുറവ്, വെയിലൊക്കെ ആയിരിക്കാം നമുക്കത് കാണാൻ കഴിഞ്ഞില്ല. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ 3ാമത്തെ വെള്ളച്ചാട്ടവും തമിഴ്നാട്ടിലെ 1ാമത്തെ വെള്ളച്ചാട്ടവുമാണിത് എന്നാണ് ഇതിന്റെ പ്രത്യേകത. ഏകദേശം 975 അടി ഉയരമുള്ള ഈ വെള്ളച്ചാട്ടത്തെ ദൂരെ നിന്ന് നോക്കുമ്പോൾ എലിയുടെ വാല് പോലെ തോന്നിക്കുന്നതിനാൽ റാറ്റൈൽ ഫാൾസ് എന്നും വിളിക്കാറുണ്ട്. പൊതുജനങ്ങൾക്ക് അങ്ങോട്ട് നേരിട്ട് പ്രവേശനം ലഭ്യമല്ല. കഠിനമായ ട്രക്കിങ്ങിലൂടെ മാത്രമേ അവിടെ എത്താൻ കഴിയൂ. ഇതിന്റെ താഴെയായി കാമാക്ഷി ദേവിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രവുമുണ്ട്. കൊടൈക്കനാൽ വന്യജീവി സങ്കേതത്തിന്റെ പരിധിയിൽ വരുന്ന പ്രദേശമാണിത്. ഭാഗ്യമുണ്ടെങ്കിൽ കാട്ടുപോത്തുകളെയോ മറ്റു വന്യമൃഗങ്ങളെയോ ഇവിടെ കാണാൻ സാധിക്കും. വ്യൂ പോയിന്റിനോട് ചേർന്ന് തന്നെ റോഡരികിൽ ഒരു ചെറിയ ഗണപതി ക്ഷേത്രമുണ്ട്. തമിഴ്നാട്ടിലെ മലയോര പാതകളിൽ സാധാരണയായി കാണാറുള്ളത് പോലെ യാത്രക്കാരുടെ സുരക്ഷയ്ക്കും വിഘ്നങ്ങൾ ഇല്ലാതിരിക്കുന്നതിനും വേണ്ടി നിർമ്മിച്ച ഒരു ചെറിയ കോവിലാണ്. ഇവഴി പോകുന്നവർ ഇവിടെ വണ്ടി നിർത്തി പ്രാർത്ഥിച്ചും നാളികേരം ഉടച്ചും പോകാറുണ്ട്. യാത്ര സുരക്ഷിതമാക്കാൻ വേണ്ടിയുള്ള ഒരു വിശ്വാസമാണിത്. ഡംഡം പാറ എന്നുള്ള കാഴ്ചകൾ കണ്ട് നമ്മൾ കൊടൈക്കനാൽ ടൗണിലേക്കുള്ള യാത്ര തുടരുകയാണ്. ഇവിടെ നിന്ന് ഏകദേശം 30-32 കിലോമീറ്റർ ദൂരം കൂടിയുണ്ട് ടൗണിലേക്ക് എത്താൻ. മലകളുടെ രാജ്ഞി കൊടൈക്കനാൽ നഗരസഭ നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു എന്ന് ഇവിടെ കാണാം. സ്വാഗതത്തോടൊപ്പം തന്നെ ടോൾ പിരിവുണ്ട്. സീസൺ സമയമാണെങ്കിൽ ഇവിടെ അത്യാവശ്യം നല്ല തിരക്ക് അനുഭവപ്പെടാറുണ്ട്. നമുക്കും കുറച്ച് സമയം ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ടോൾ പ്ലാസയുടെ മുകളിൽ പ്ലാസ്റ്റിക് ഒഴിവാക്കാം, പരിസ്ഥിതിയെ സംരക്ഷിക്കാം, മഴവെള്ളം സംഭരിക്കാം തുടങ്ങിയ സന്ദേശങ്ങളും തമിഴിൽ എഴുതിയിട്ടുണ്ട്. കൊടൈക്കനാൽ ടൗണിലേക്ക് ഇനി വെറും 7 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ ടോൾ ഗേറ്റിൽ നമ്മൾ കണ്ടത് ക്യാഷ് വാങ്ങുന്നതാണ്. കാറുകൾക്ക് 50 രൂപയാണ് ചാർജ്. നമ്മൾ വന്ന സമയത്ത് ഫാസ്ടാഗ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എപ്പോഴും കയ്യിൽ കുറച്ച് ലിക്വിഡ് ക്യാഷ് കരുതുന്നത് ഇത്തരം യാത്രകളിൽ ഉപകരിക്കും. ഇനി നമ്മുടെ അടുത്ത സ്റ്റോപ്പ് വെറും 1 കിലോമീറ്റർ ദൂരത്തിലുള്ള സിൽവർ കാസ്കേഡ് വെള്ളച്ചാട്ടമാണ്. 1 കിലോമീറ്റർ ദൂരത്തായി സിൽവർ കാസ്കേഡ് വെള്ളച്ചാട്ടം വരും. 30 കിലോമീറ്റർ ദൂരത്തായി ബെരിജം ലേക്കുമുണ്ട്. ടോൾ ഗേറ്റ് കഴിഞ്ഞ് ഏകദേശം 1 കിലോമീറ്റർ മുന്നോട്ട് പോകുമ്പോൾ തന്നെ റോഡരികിലായി സിൽവർ കാസ്കേഡ് വെള്ളച്ചാട്ടം കാണാം. ഇത് നമ്മുടെ 5ാമത്തെ കൊടൈക്കനാൽ യാത്ര ആയതുകൊണ്ട് ഇത്തവണ ഞങ്ങൾ അവിടെ ഇറങ്ങിയില്ല. വണ്ടിയിൽ ഇരുന്നു കൊണ്ട് തന്നെ ആ കാഴ്ച കണ്ട് ഞങ്ങൾ മുന്നോട്ട് പോയി. ആദ്യമായി വരുന്നവർക്ക് ഫോട്ടോ എടുക്കാനും അല്പനേരം വിശ്രമിക്കാനും പറ്റിയ ഒരിടമാണ്. കൊടൈക്കനാലിൽ നായിഡുപുരത്തെ സുഗൺ റെസിഡൻസിയിലാണ് ഇത്തവണ നമ്മൾ റൂം എടുത്തത്. ഓൺലൈനിൽ കണ്ട് വിളിച്ചപ്പോൾ അവർ മുറികളുടെ ചിത്രങ്ങളും വീഡിയോ ഒക്കെ അയച്ചു തരുന്നു. പക്ഷെ നമ്മൾ പലപ്പോഴും വീഡിയോയിൽ കാണുന്ന പോലെയല്ലോ നേരിട്ട് ചെല്ലുമ്പോൾ മുറികളുണ്ടാവും. നമ്മുടെ കാര്യം പറഞ്ഞാൽ താമസം അത്ര സുഖമായിരുന്നില്ല. ആദ്യം താമസിച്ച മുറി പഴക്കം നല്ല രീതിയിൽ വിളിച്ചറിയിക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് ഒരു ദിവസം വേറൊരു മുറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അത് നല്ല മുറിയായിരുന്നു. വീണ്ടും പഴയ മുറിയിലേക്ക് തിരിച്ചു വന്നു. ഷിഫ്റ്റിംഗ് ഒക്കെ അവർ നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിലും പ്രാക്ടിക്കലി ഇടയ്ക്കിടയ്ക്കുള്ള പാക്കിംഗ് വളരെ ബുദ്ധിമുട്ടായി തോന്നി. ഇതിനൊക്കെ പുറമെ ഇടയ്ക്ക് റിസപ്ഷനിലുള്ളവരും ആരോ തമ്മിൽ അടിയുണ്ടാക്കുന്ന ശബ്ദം കേട്ടു. ഇടിയോടിടി. കുറെ കഴിഞ്ഞെല്ലാം പഴയതുപോലെ. നമ്മളൊന്നും ചോദിക്കാനും പറയാനും പോയില്ല. എന്താണ് കാര്യമെന്ന് അറിയില്ല. എന്തായിരുന്നാലും ഹോട്ടലിൽ താമസിക്കുന്ന ഗസ്റ്റുകൾക്ക് അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഇത് നമ്മളുടെ വ്യക്തിപരമായ അനുഭവം മാത്രമാണ്. എങ്കിലും ഇതിനിടയിലും എടുത്തു പറയേണ്ട ഒരു പോസിറ്റീവ് കാര്യം, റിസപ്ഷനിലുള്ള പയ്യന്മാർ നമ്മളോട് വളരെ സ്നേഹത്തോടും കാര്യമായിട്ടാണ് പെരുമാറിയത്. ആദ്യത്തെ റൂമിൽ താമസിച്ചപ്പോൾ ബക്കറ്റ്, മുഖം നോക്കാനും ഷേവ് ചെയ്യാനുള്ള കണ്ണാടി, ഈ ബേസിക് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ വാങ്ങിച്ചു തന്നു. പല കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നത് കണ്ടു. ചിലരൊക്കെ നല്ല വാക്ക് പറഞ്ഞു പോകുന്നത് കണ്ടു. ഒരു ദിവസത്തേക്ക് 2800 രൂപയാണ് അവർ റൂമിന് ചാർജ് ചെയ്തത്. എന്തായാലും ഇവിടെ റൂം എടുക്കാൻ പോവുകയാണെങ്കിൽ റൂം നോക്കിയിട്ട് തീരുമാനിക്കുക. നമ്മൾ ആദ്യമേ അഡ്വാൻസ് കൊടുത്തിരുന്നു. പിന്നെ ആ സമയത്ത് ഒരുവിധപ്പെട്ട ഹോട്ടലെല്ലാം ബുക്ക്ഡ് ആയിരുന്നു. നായിഡുപുരത്ത് നമ്മൾ താമസിച്ച ഹോട്ടലിന് തൊട്ടടുത്തായി തന്നെയുള്ള റെസ്റ്റോറന്റ് ആണ് ന്യൂ ഇമ്രാൻ ബിരിയാണി. അതുകൊണ്ട് തന്നെ വിശന്നപ്പോൾ ഒന്നും നോക്കിയില്ല, നേരെ അങ്ങോട്ട് കയറി. പക്ഷെ അതൊരു വലിയ ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയ്ക്ക് കിട് ഫുഡായിരുന്നു ഇവിടെ. നമ്മൾ കഴിച്ച ചിക്കൻ ബിരിയാണിയും മട്ടൺ ഫ്രൈയും ഒക്കെ ഒന്നിനൊന്നും മെച്ചം. ശരിക്കും പൊളിച്ചു എന്ന് തന്നെ പറയാം. പീക്ക് ടൈമിൽ ചെന്നാൽ സീറ്റ് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. അത്രയും തിരക്കാണ് അവിടെ. പിന്നീട് നമ്മൾ പോയത് കൊടൈക്കനാലിൽ എത്തുന്ന സഞ്ചാരികൾ ഒരിക്കലും വിട്ടുപോകാത്തൊരിടമായ കോക്കേഴ്സ് വാക്കിലേക്കാണ്. കൊടൈക്കനാൽ ടൗണിൽ നിന്നും വെറും 1 കിലോമീറ്ററും നമ്മൾ താമസിച്ചിരുന്ന നായിഡുപുരത്ത് നിന്ന് ഏകദേശം 3 കിലോമീറ്ററുമാണ് ഇങ്ങോട്ടുള്ള ദൂരം. കൊടൈക്കനാലിന്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റിയ ഏറ്റവും മികച്ച ഇടങ്ങളിൽ ഒന്നാണിത്. ഈ പാതയ്ക്ക് മുന്നിൽ ചെറിയൊരു ചരിത്രമുണ്ട്. 1872 ലഫ്റ്റനന്റ് കോക്കർ എന്ന ബ്രിട്ടീഷ് ഓഫീസറാണ് മലനിരകളുടെ ചരിവിലൂടെ ഏകദേശം 1 കിലോമീറ്ററോളം നീളമുള്ള ഈ മനോഹരമായ നടപ്പാത നിർമ്മിച്ചത്. അദ്ദേഹത്തിന്റെ പേരിൽ തന്നെയാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. ഒരു വശത്ത് അഗാധമായ താഴ്വരയും മറുവശത്ത് പച്ചപ്പം നിറഞ്ഞ ഈ പാതയിലൂടെയുള്ള നടത്തം ശരിക്കും ഒരു പ്രത്യേക അനുഭവമാണ്. നടപ്പാതയുടെ തെക്ക് കിഴക്ക് ഭാഗത്താണ് പമ്പാർ നദീതടം സ്ഥിതി ചെയ്യുന്നത്. ആകാശം തെളിഞ്ഞു നിൽക്കുന്ന സമയമാണെങ്കിൽ ഡോൾഫിൻ നോസ് പോയിന്റും പെരിയകുളം പട്ടണവും മധുര നഗരവും വൈഗ ഡാമിന്റെയൊക്കെ ദൂരക്കാഴ്ചകൾ നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. നമ്മൾ ചെന്നപ്പോൾ ചൂടില്ലെങ്കിലും മഞ്ഞില്ലായിരുന്നു. ദൂരക്കാഴ്ചകൾ കുറഞ്ഞിരുന്നാലും മഞ്ഞുള്ളപ്പോഴാണ് ഇവിടെ നടക്കാൻ കൂടുതൽ ആസ്വാദ്യകരം. മേഘങ്ങൾക്കിടയിലൂടെ നടക്കുന്ന പോലെ തോന്നും. അപ്പോൾ ഐസ്ക്രീമും ടെലസ്കോപ്പ് ബൈനോക്കുലർ കാഴ്ചകളും അങ്ങോട്ടും ഇങ്ങോട്ടും 1-2 റൗണ്ട് നടന്നും മലയോര കാഴ്ചകൾ കണ്ടും നമ്മൾ നടന്നു. ഇത് കോക്കേഴ്സ് വാക്കിന്റെ പിറകുവശം. മഞ്ഞുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചേനെ.
പിന്നെ ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നെറ്റ്വർക്ക് പ്രശ്നം കാരണം പലപ്പോഴും ഗൂഗിൾ പേ വർക്ക് ആവണമെന്നില്ല. അതുകൊണ്ട് അത്യാവശ്യം ക്യാഷ് കയ്യിൽ കരുതുന്നത് എപ്പോഴും നല്ലതാണ്. കോക്കേഴ്സ് വാക്കിലെ കാഴ്ചകൾക്ക് ശേഷം നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കുറിഞ്ചി ആണ്ടവർ ക്ഷേത്രത്തിലാണ്. കൊടൈക്കനാൽ ടൗണിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്ററും കോക്കേഴ്സ് വാക്കിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ള ദൂരം. ക്ഷേത്രത്തിന്റെ പരിസരത്ത് നിന്ന് നോക്കിയാൽ താഴെ പളനി മലനിരകളുടെയും വൈഗ ഡാമിന്റെയും ഒക്കെ അതിമനോഹരമായ കാഴ്ചകൾ കാണാം. കൊടൈക്കനാലിൽ വരുന്നത് തീർച്ചയായും വരേണ്ട ഒരിടം തന്നെയാണ് ഈ ക്ഷേത്ര പരിസരം. ഈ ക്ഷേത്രത്തിന് പിന്നിൽ വളരെ രസകരമായ ഒരു ചരിത്രമുണ്ട്. 1936 ലേഡി രാമനാഥൻ എന്നറിയപ്പെടുന്ന ലീലാവതി പത്മാവതിയാണ് ഈ മുരുകക്ഷേത്രം പണിയെഴുപ്പിച്ചത്. യഥാർത്ഥത്തിൽ ഓസ്ട്രേലിയയിൽ ജനിച്ച ഒരു വിദേശ വനിതയായിരുന്നു അവർ. പിന്നീട് ഹിന്ദുമതം സ്വീകരിച്ച് മുരുകഭക്തയായി മാറുകയായിരുന്നു. ഒരു വിദേശി പണിയെഴുപ്പിച്ച ക്ഷേത്രം എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. 12 വർഷത്തിലൊരിക്കൽ മാത്രം പൂക്കുന്ന കുറിഞ്ചിപ്പൂക്കളുടെ പേരിൽ നിന്നാണ് കുറിഞ്ചി ആണ്ടവർ എന്ന പേര് ക്ഷേത്രത്തിന് ലഭിച്ചത്. തമിഴിൽ ആണ്ടവർ എന്നാൽ ദൈവം എന്നാണ് അർത്ഥം. അവസാനമായി 2018 ഇവിടെ കുറിഞ്ചി പൂത്തത്. ഇനി അടുത്ത പൂക്കാലത്തിനായി നമ്മൾ 2030 കാത്തിരിക്കണം. തിരിച്ച് നായിഡുപുരത്ത് വന്ന ഒരു ചായക്കടയിൽ കയറി ചായ കുടിച്ച ശേഷം നമ്മൾ അവിടെ നിന്ന് 2.5 കിലോമീറ്റർ അകലെയുള്ള കൊടൈക്കനാൽ ലേക്ക് സൈഡിലേക്ക് രാത്രി വെറുതെ നടക്കാനിറങ്ങി. രാത്രി കൊടൈക്കനാൽ ലേക്ക് സൈഡിലും പരിസരത്തും നടക്കുമ്പോഴുള്ള ഒരു വൈബുണ്ട്. ആ കൃത്രിമ തടാകത്തിലെ നിറച്ചാർത്തുകളുടെ കാഴ്ചകൾ കണ്ണുകൾക്ക് ഇമ്പം പകർന്നു നൽകി. ശേഷം നമ്മൾ ലേക്കിന് തീരത്തുള്ള ഫൺ സർക്കിളിൽ നിന്ന് മിറർ മെയ്സ് പ്ലസ് ഇൻഫിനിറ്റി റൂം പ്ലസ് വോർട്ടെക്സ് കോംബോ ടിക്കറ്റ് എടുത്തു. ആദ്യം കയറിയത് മിറർ മെയ്സിലോട്ടാണ്. അവിടെ കയറുന്നതിന്റെ സന്തോഷത്തിലും സ്പിരിറ്റിലും ആയിരുന്നു കുട്ടികൾ. എന്തായാലും ആ കണ്ണാടിക്കൂട്ടിലെ കളി നമ്മളെ ഒട്ടും നിരാശപ്പെടുത്തിയില്ല. അടുത്തതായി ഇൻഫിനിറ്റി റൂമിലാണ് നമ്മൾ കയറിയത്. ബ്രൂസ്ലിയുടെ എൻഡർ ദ ഡ്രാഗൺ സിനിമയിലെ ആ വിഖ്യാതമായ ക്ലൈമാക്സ് രംഗങ്ങളാണ് അവിടെ കയറിയപ്പോൾ ഓർമ്മ വന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് എങ്ങനെ പുറത്തു കടക്കും എന്നൊരു കൺഫ്യൂഷൻ തന്നെ മനസ്സിൽ വന്നു. അവസാനം നമ്മൾ ചെന്നത് വോർട്ടെക്സിലോട്ടാണ്. അതിൽ അവസാനം കറങ്ങുന്ന ഒരു ടണലുണ്ട്. അതിൽ നിന്ന് തലകറങ്ങുന്നതായി തോന്നും. കുട്ടികളുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. കൊടൈക്കനാലിലെ ഫൺ സർക്കിളിലെ മറ്റു കാഴ്ചകളിലേക്ക്. ഇവിടെ നിന്നാൽ സമയം പോകുന്ന അറിയില്ല. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഇടമാണിത്. അവിടെ കുറച്ചേരം ചിലവഴിച്ച ശേഷം അത്താഴം കഴിക്കാനായി ലോസ്കാട്ട് റോഡിലുള്ള ഹോട്ടൽ മഹാരാജാസിൽ കയറി. ഇവിടുത്തെ ചിക്കൻ ഫ്രൈഡ് റൈസ് സൂപ്പർ ആയിരുന്നു. പക്ഷേ സർവീസിന്റെ കാര്യത്തിൽ ചെറിയൊരു കൗതുകം തോന്നി. കഴിച്ചു കഴിഞ്ഞപ്പോൾ വേറെ എന്തെങ്കിലും കൂടി ഓർഡർ ചെയ്യണമെന്ന് കരുതിയതാണ്. പക്ഷേ ആദ്യം ഓർഡർ ചെയ്ത ആളെ പിന്നെ അങ്ങോട്ട് കണ്ടതേയില്ല. എന്നാൽ കഴിച്ചു കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്തെ ടിപ്പ് വാങ്ങാൻ വേണ്ടി കാത്തു നിൽക്കാൻ അവർക്ക് ഒട്ടും മടിയുമില്ലായിരുന്നു. ആ ഒരു അനുഭവം ഒഴിച്ചാൽ ഭക്ഷണം വൈകിട്ടത്തെ അത്താഴത്തിന് പറ്റിയ നല്ലൊരു ഓപ്ഷനായിരുന്നു. അപ്പോൾ കൊടൈക്കനാലിലെ ആദ്യ ദിവസത്തെ വിശേഷങ്ങൾ ഇവിടെ തീരുകയാണ്. അടുത്ത ദിവസത്തെ കൂടുതൽ മനോഹരമായ കാഴ്ചകളും വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ ഉടനെ തന്നെ വരുന്നതാണ്. അതുവരെ സ്റ്റേ ട്യൂൺഡ്.